ഹലോ, എല്ലാവർക്കും ആയിഷസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പലരും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മക്കളെല്ലാവരും ഉള്ള ദിവസം എങ്ങനെയാണ് കുട്ടികളെ ബിസിയാക്കി ഇരുത്തണത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചണിലായിട്ട് വന്നു. അപ്പോൾ കുഞ്ഞാവ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനോട് തന്നെ കുഞ്ഞാവിനെ എടുത്തു വെച്ചിട്ടുണ്ടോ ഇന്ന് ചായയൊക്കെ ഉണ്ടാക്കണത്. പിന്നെ അപ്പോൾ രാവിലെ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലായിട്ട് വന്നത് തന്നെ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്ന് കുഞ്ഞാവ്, എൻ്റെ കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ എന്നെക്കാളും മുമ്പ് ഇന്ന് അവൾ എണീറ്റു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കണത് അപ്പവും അതുപോലെ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അപ്പത്തിനുള്ളത് ഞാൻ സാധാരണ ഇപ്പോൾ കുറച്ചായിട്ട് രാവിലെയാണ് അരച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള രാവിലെ അരച്ചിട്ടുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പി നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ രാവിലെ അരച്ചിട്ട് ഇപ്പോൾ അപ്പം ഉണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞാവിനെ കൂട്ടി കിടത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ അയ്മക്കുട്ടൻ ബേബീനെ എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ. പിന്നെ ഓർത്തു എന്നാൽ പിന്നെ ഇനിയിപ്പോൾ തൊട്ടിലേക്ക് കിടത്ത് ഉറക്കാമെന്ന് കരുതി അടുക്കളയിൽ തന്നെ ഒരു തൊട്ടി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കിടത്തി ഉറക്കുവാണ് കേട്ടോ. അപ്പോൾ അയ്മുവാണ് ഇരുന്ന് ആട്ടിക്കൊണ്ടൊക്കെ ഇരുത്തി ഉറക്കുവാണ്. മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനൊരു എളുപ്പമുണ്ട് കേട്ടോ. കുഞ്ഞാവയുടെ കാര്യങ്ങളൊന്നും കുറേയൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല. കാരണം ഇവർ 4 പേരും ഉണ്ടല്ലോ, 4 പേരും ആരെങ്കിലുമൊക്കെ ആയിട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ അയ്മൂനാണെങ്കിലും അയ്മ അങ്ങനെ എടുത്തോണ്ട് കിടക്കില്ല എന്നുള്ളൂ. പക്ഷേ എന്നാലും ഇങ്ങനെ ഇരുത്തി കളിപ്പിക്കുകയൊക്കെ ചെയ്തോളൂ. ഇങ്ങനെ കിലുക്കിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം അടുത്തൊക്കെ ഇരുത്തി അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ അത് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഐറൂൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ ഒരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഐറൂനെ അയ്മുക്കുട്ടൻ ആട്ടി ഇങ്ങനെ ഉറക്കി കേട്ടോ. എന്നിട്ട് അവൻ ചോദിച്ചു എൻ്റെ അടുത്ത് ഇച്ചിരി ഞാൻ ലാപ്ടോപ്പ് കണ്ടോട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കണ്ടോളാൻ പറഞ്ഞ് അവൻ പോയിരുന്ന് കാണുകയാണ് കേട്ടോ. പിന്നെ മുത്തുക്കുട്ടൻ അവിടെ നിന്ന് എന്തോ റെക്കോർഡൊക്കെ എഴുതും കേട്ടോ. അവന് കുറേ എന്നുണ്ടൊക്കെ റെക്കോർഡ് ഒരുപാടുണ്ടല്ലോ, റെക്കോർഡ് വർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അത് എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് രാവിലെ തന്നെ. പിന്നെ മറ്റുള്ളവർ അപ്പോഴത്തേന് ഞാൻ കുട്ടികൾക്ക് ചായ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് ആദ്യമേ തന്നെ കുറച്ച് വെള്ളം കൊടുത്തിട്ടാണ് കേട്ടോ ചായ കൊടുക്കാറുള്ളൂ. കാരണം അറിയാമല്ലോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വെള്ളമൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയാണെന്ന് തോന്നുന്നു. ഞാൻ ഇവരോട് പറയും, എൻ്റെ അടുത്തൊന്നും ഇങ്ങനെ ആരും വെള്ളം കുടിക്കാനൊന്നും പറഞ്ഞു ഞാൻ ഓർക്കൊള്ളാമെന്ന് പറയും. പക്ഷേ ഇപ്പോഴേ ഇവരോടൊക്കെ ഞാൻ ചോദിക്കണം, വെള്ളം കുടിച്ചോ അങ്ങനെ ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ട് കിടക്കണം പുറകെ. ഇവരെല്ലാം ചെയ്യും, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ അപ്പം ഞാൻ ആദ്യമേ വെള്ളം കൊടുത്തിട്ട് പിന്നെ ചായ അങ്ങോട്ട് കൊടുക്കുകയുണ്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് അത്രയെങ്കിലും വെള്ളം കുടിക്കുമല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുകയാണെങ്കിൽ മാത്രമല്ലേ കുട്ടികൾ അങ്ങനെ തന്നെ വന്ന് എടുത്ത് കുടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയണം. പിന്നെ ചോറൊക്കെ ഉണ്ണുമ്പോൾ അങ്ങനെയൊക്കെ ചിരിച്ച് വെച്ച് വെള്ളം എടുത്ത് കൊടുക്കും അങ്ങനെ. അപ്പോൾ കടലക്കറിയും അപ്പവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. രാവിലെ അരച്ചുണ്ടാക്കി വെച്ചാൽ മതി. രാത്രിയിൽ നമ്മളിപ്പോൾ എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ ചിലപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും കേട്ടോ ഇത് അരിയും ചോറും അതുപോലെ തേങ്ങയൊക്കെ വെള്ളത്തിൽ എന്താ പറയുക അരയ്ക്കാനായിട്ട് ഇട്ട് വയ്ക്കണം കേട്ടോ. എന്നിട്ട് രാവിലെയാണ് അരച്ചെടുക്കണത്. 10 മണി കഴിയുകയൊക്കെ ചെയ്യും ചിലപ്പോഴൊക്കെ. എന്നാന്ന് വെച്ചാൽ അതുപോലെ തേങ്ങയ്ക്കാണെങ്കിലും തേങ്ങയ്ക്ക് ചിലപ്പോൾ കുറച്ച് കുറവൊക്കെയാണെങ്കിൽ തേങ്ങാപ്പീര ഉണ്ടാവില്ല. അതായത് തേങ്ങ പാലെടുത്തതിന് ശേഷമുള്ളത് അതാണ് കേട്ടോ. ഞാൻ മിക്കവാറും അതായിരിക്കും ചേർക്കാറുള്ളത്. തേങ്ങ ചേർക്കൽ കുറവാണ്, തേങ്ങാപ്പീരയാണ് ചേർക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അവരൊക്കെ കുട്ടികളൊക്കെ വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും കഴിവതും ഞാൻ ഒന്നിച്ചിരുത്തി തന്നെയാണ് കേട്ടോ ഭക്ഷണം കൊടുക്കാറുള്ളൂ. പിന്നെ രാവിലെയൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കൂട്ടത്തിലിരിക്കുകയാണെന്ന് ചിലപ്പോൾ സമയം കിട്ടില്ല, അപ്പോൾ ഇരിക്കാറില്ല. ചിലപ്പോഴൊക്കെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരിക്കും കേട്ടോ. എന്തായാലും വൈകുന്നേരം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെയായിട്ടോ ഇരിക്കുകയുള്ളൂ. പിന്നെ ഉച്ചയ്ക്കൊക്കെയാണ് നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ ഇരിക്കാൻ നോക്കും. രാവിലെ നമുക്കറിയാലോ കുറച്ച് തിരക്കായതുകൊണ്ട് ഞാൻ ആ സമയത്ത് കറിക്കൊക്കെ അരിയാൻ നോക്കിയേക്കുവാണ്. ഇത് നമ്മുടെ ചീരച്ചേമ്പെന്നും പറഞ്ഞുകൊണ്ടുള്ള ഉണ്ടാവില്ലേ ആ സംഭവം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു തണ്ടും ഇലയും രണ്ടായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ട് അതാണിന്ന് തോരനായിട്ട് ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് മിറ്റടിക്കാനും ഒക്കെ ഇറങ്ങിയത്. മിറ്റ അടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നേരം പറമ്പിലോട്ടൊക്കെ ഇറങ്ങി അതും ഇതൊക്കെ ഒന്ന് ചെത്തിപ്പറിക്കുകയും ഒക്കെ ചെയ്യണതാണ് കേട്ടോ. കുറച്ചായിട്ട് അധികം ഇതിനകത്തേക്ക് ഇറങ്ങലില്ല. പിന്നെ കുട്ടികളുണ്ടെങ്കിലാണ് എനിക്ക് ഇതിനകത്തേക്കൊന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം ഐറൂനെ നോക്കാൻ ആളുണ്ടല്ലോ. മറ്റേന്ന് പറയുമ്പോൾ വേറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. അവളെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങലൊന്നും
പാടായതുകൊണ്ട് ഇറങ്ങൽ കുറവാണ്. പിന്നെ അതിനിപ്പോൾ കമ്പനിയിലൊക്കെ ഒന്ന് ചെന്ന് നോക്കുക കേട്ടോ, നമ്മുടെ സ്റ്റീലിൻ്റെ കമ്പനിയിൽ. അപ്പോൾ ഇന്ന് ലോഡ് കയറി പോകാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഫിനിഷായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പോട്രാക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റീലിൻ്റെ വർക്ക് നടക്കുന്നതും ഒക്കെ. പിന്നെന്താണ്, ഇതൊരു ട്രോളി, മസാല ട്രോളി, അങ്ങനെ കുറച്ച് വർക്കുകൾ ഇവിടെ ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡെസ്പാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്നും ഒക്കെ നോക്കാം, അതുപോലെ ഇവിടെ എന്തൊക്കെയാണ് ഇനിയും നടന്നുകൊണ്ടിരിക്കണമെന്നും ഒക്കെ നോക്കാമെന്ന് കരുതി ഒന്ന് കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്പനിയിലുള്ള മറ്റുള്ള കൊമേഴ്സ്യൽ കിച്ചൺ എക്യുപ്മെൻറ്റ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അപ്പോൾ ഇതിന് ശേഷം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്, അതായത് ഹോമിയോയുടെ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ അത് കാരണോട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കുന്നുണ്ട്. അപ്പോൾ അബ്ദുക്കുട്ടിനോട് പറഞ്ഞു ഒന്ന് റൂംസൊക്കെ ഒന്ന് അടിച്ചു വാരി കളയാൻ പറഞ്ഞ്. അപ്പോൾ അവൻ എന്തൊക്കെയോ അടിച്ചു വാരി കളയുന്നുണ്ട്. എന്തായാലും പണികൾ എല്ലാവർക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് വലയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുത്തിനോടൊന്ന് തുടച്ച് തൂത്ത് കളയാനൊക്കെ പറഞ്ഞ് അങ്ങനെ അവനതൊക്കെ കളയാനുണ്ട്. പിന്നെ മിറ്റടിക്കാൻ പൊന്നുകൂട്ടിനോട് പറഞ്ഞാലും പൊന്നു ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ചെറിയൊരു മടിയാണ് മിറ്റടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവളത് ചെയ്യാൻ ഇച്ചിരി എന്തെങ്കിലും തൂത്ത് വെച്ചിട്ടൊക്കെ പോരും, ഒരു വൃത്തിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാട്ടോ എപ്പോഴും മിറ്റടിക്കലൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ ഇതാ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തോ മുഖമൊക്കെ വല്ലാട്ടൊക്കെ പിടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോയിൽ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഡോക്ടറെ കണ്ട്, നല്ല ഡോക്ടറാണ് കേട്ടോ ഇവിടെ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഹോമിയോയിൽ വന്നിട്ടാണ് എൻ്റെ തൈറോയിഡിൻ്റെ ഇഷ്യൂസൊക്കെ മാറിയത് കേട്ടോ. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട വന്നുകൊണ്ട് തന്നെ. പക്ഷേ ഞാനിതൊരു 5-6 മാസമൊക്കെ മരുന്ന് കഴിച്ചു തോന്നുന്നു. അത് പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ ഇല്ല. ഒരു 10 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞ്. പിന്നെ അതിപ്പിനെ തൊട്ട് എനിക്ക് ഹോമിയോയിൽ ഭയങ്കര വിശ്വാസമാണ്. എന്തായാലും ഞാൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഇവിടെ തന്നെ വരാറ്. അതായത് ദീർഘകാലം നമുക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കേണ്ട വരുമെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഹോമിയോനെ ഡിപ്പെൻഡ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് മാറിക്കോളും നമുക്കത്. പിന്നെ അതിനുശേഷം വീട്ടിൽ വന്നിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊട്ടുവെള്ളരി ഇരിക്കണ്ടായിരുന്നു കേട്ടോ. പൊട്ടുവെള്ളരി വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കില്ലേ, തേങ്ങാപ്പാലും പൊട്ടുവെള്ളരിയും, അതുപോലെ അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് എടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ല തണുപ്പും ഒക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞാൽ. പൊട്ടുവെള്ളരിയുടെ ഒരു ജ്യൂസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിൽ കിടക്കേണ്ടത്. അത് ഈ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ പൊട്ടുവെള്ളരി. ഇതുപോലെ അതായത് ഇതൊരു എന്താ പറയുക, നമ്മളിങ്ങനെ പൊതിഞ്ഞ് എടുത്ത് വയ്ക്കും. സാധനം പണ്ടൊക്കെ പാളയിൽ ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണ്. പാള എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അടക്കയുടെയൊക്കെ സംഭവമില്ലേ, അതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ ഒരു പാളയിൽ കെട്ടി എടുത്ത് വയ്ക്കും. അപ്പോൾ ഇത് പൊട്ടി വരും. അതാണ് പൊട്ടു വെള്ളരി എന്ന് പറഞ്ഞാൽ. പൊട്ടി കഴിയുമ്പോഴാണ് നമ്മളിത് എടുക്കണേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സാധനം ഇതിൻ്റെ ആ ഒരു എന്താ പറയുക വിത്ത് എന്താ പറയുക, അതിൻ്റെ സീഡ്സൊക്കെ ഉണ്ടല്ലോ, അതൊന്നും സാധനം ആരും എടുക്കാറില്ല. പക്ഷേ അതും കഴിക്കാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് ഞാൻ എനിക്കായിട്ട് എടുത്തിട്ട് ആണത്തി പറഞ്ഞല്ലോ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഞാൻ കഴിക്കും കേട്ടോ. എനിക്കത് കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ ആ ഒരു കാമ്പ് മാത്രം എടുത്തിട്ട് എന്താ പറയുക, അത് കുറച്ച് തേങ്ങാപ്പാലും പഞ്ചസാരയും ഒക്കെ കൂടെ എടുത്തിട്ട് കഴിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് മിക്സിയിലിട്ടൊന്നും അടിക്കരുത്, അല്ലാണ്ട് തന്നെ കഴിക്കണം. ശരീരത്തിന് നല്ല വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും മേടിച്ച് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ പോയപ്പോൾ കുഞ്ഞാവനെ കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ. പൊന്നൂൻ അവളെ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അതിനോട് പൊന്നൂനെയും വൈമൂനെയും ഏൽപ്പിച്ചിട്ടാണ് പോയത്. പിന്നെ അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും ഇവിടെ പൊന്നു വൈമും കുറച്ചൊരു ആക്ടിവിറ്റീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അതായത് ഇത് ആപ്പിൾ ബീസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ മാജിക് പോട്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലേ, മിന്നി മാജിക് പോട്ട്, അങ്ങനത്തെ ബുക്ക് ഉണ്ടല്ലോ ഈ കൊച്ചുകുട്ടികൾക്കുള്ള. അപ്പോൾ അങ്ങനത്തെ ഒരു ബുക്കാണ് ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവരിങ്ങനെ ചെയ്യണതാണ് കേട്ടോ. ഓരോന്ന് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് നന്നാവാനും ഒക്കെ ഇത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഒരു എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഉണ്ടാക്കണത് കാണാനും ഒക്കെ ആയിട്ട് ഇത് കണ്ടോ. ഇതൊക്കെ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണേ കേട്ടോ ഇവർ. കുറേ എന്താ പറയുക വാരിപ്പറക്കിയൊക്കെ ഇട്ടേക്കും. പക്ഷെ എന്നാലും നമുക്കത് ഒരു എൻ്റെ റിസൾട്ടൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണല്ലോ. പിള്ളേർ ഓരോന്നും ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണ കാണുമ്പോൾ. എന്നിട്ട് പിന്നെ അവർ തന്നെ അടുക്കിപ്പറക്കി എല്ലാം എടുത്ത് വെച്ചോളൂ കേട്ടോ. അവരിങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അവർ തന്നെ എല്ലാം എടുത്തെടുത്ത് വച്ചോളും. അപ്പോൾ ഞാൻ വരുമ്പോഴും കുഞ്ഞാവ എണീറ്റിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ വളരെ ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. എനിക്ക് ടെൻഷനായിരുന്നു. നമുക്ക് എവിടെ കുട്ടീനെ ഇവിടെ വീട്ടിലിട്ടിട്ട് പോകുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. കാരണം ഇനി എണീറ്റിട്ടുണ്ടെങ്കിൽ കരയോ അങ്ങനെയൊക്കെ ഓർത്തിട്ട്. പക്ഷേ ഇവരുള്ളപ്പോൾ അങ്ങനെ അവളങ്ങനെ കരച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുകൊണ്ട് അവർ ഓരോന്നും ഉണ്ടാക്കി വെച്ചാൽ ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഇവരിത് പലപ്പോഴായിട്ട് ഉണ്ടാക്കിയേക്കണ കേട്ടോ. അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കണല്ല. പല ദിവസങ്ങളിലായിട്ട് ഇവരിങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് ചെയ്ത് എടുക്കണേ കേട്ടോ.
അപ്പോഴേക്കും കുഞ്ഞാവ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് അവളെ ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്ത് കിടത്തിയേക്കാണ്. അപ്പോൾ അവളെ ഞാൻ ആ സ്ട്രോളറിൽ കുറച്ച് സമയമൊക്കെ ഒന്ന് കിടത്തു കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് സമയമൊക്കെ കിടത്തും. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൂടെ മാറി മാറിയാണ് പുള്ളിക്കാരിയുടെ നടപ്പ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട്. ചോറുണ്ടാന്ന് വെച്ചാൽ ചീര, മറ്റേ ഞാൻ പറഞ്ഞല്ലോ ചീര ചേമ്പും ആ ഒരു തോരനും, പിന്നെ മീൻകറി, കഴിഞ്ഞ ദിവസത്തെ മീൻകറി ഉണ്ടാക്കിയതാണ്. പിന്നെ മീൻ പൊരിച്ചത് ഇപ്പോൾ വന്നതിന് ശേഷം മീൻ പൊരിച്ച് അങ്ങനെ ചോറൊക്കെ കൊണ്ടിട്ട് പിന്നെന്താണ്, പിന്നെ എനിക്കിത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണം. വീണ്ടും ഉമ്മച്ചീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ. ഉമ്മച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മച്ചിയാണ്. അപ്പോൾ ഉമ്മച്ചി അവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വരത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഉമ്മച്ചിക്ക് അങ്ങനെ തീരെ വയ്യ കേട്ടോ. അപ്പോൾ അതിനോട് മറ്റേ എന്താണ് വീൽ ചെയറിൽ ഇരുത്തിയിട്ടാണ് കേട്ടോ കൊണ്ടുപോവുകയൊക്കെ ചെയ്യണത്. അപ്പോഴേക്കും കമ്പനിയിൽ നിന്ന് വിളി വന്നു തുടങ്ങി. കാരണം ബില്ലടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വന്നതിന് ശേഷം കേട്ടോ ബില്ലടിച്ച് ലോഡ് കയറിപ്പോയത്. അപ്പോൾ ഉമ്മച്ചി വീട്ടിലോട്ട് തന്നെ പോയിട്ടോ, തിരിച്ച് വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോയി ആക്കിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേർക്കൊന്നും മേടിച്ചിട്ടാണ്, ജസ്റ്റ് മഞ്ച് മാത്രം കുറച്ച് അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നു. നമ്മൾ വന്നു കഴിയുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് മേടിച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതിനോട് മഞ്ച് മേടിച്ചു കേട്ടോ. സാധനം ഞാൻ മിഠായി അങ്ങനെ മേടിച്ച് കൊടുക്കാറില്ല, പക്ഷേ ഇപ്രാവശ്യം മേടിച്ചു കൊടുത്തു. പിന്നെ അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേനും അവർ ചെയ്തു വെച്ചിരുന്ന ഒരു വർക്കാണ് കേട്ടോ, അയിമും പൊന്നും കൂടെ കൂടി ചെയ്തു വെച്ചിരുന്ന വർക്ക് കണ്ടില്ലായിരുന്നു അത്. പിന്നെ എന്താണ്, പിന്നെ അപ്പത്തേനും വൈകുന്നേരമായി. പിന്നെ വൈകുന്നേരം ഇവർക്ക് സ്നാക്സ് എന്തെങ്കിലും ചായക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ അത് കാരണമായിട്ട് പൊരിയവലാണ് കേട്ടോ നനച്ച് കൊടുക്കണത്. അപ്പോൾ പൊരിയവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവൽ മിൽക്കിനൊക്കെ ഉപയോഗിക്കുന്ന അവലുണ്ടല്ലോ, അതാണേ. അപ്പോൾ അതിൻ്റെ മട്ട പൊരിയവൽ, അതാണ് സംഭവം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അതായത് നമ്മുടെ അവലൊന്നും കൊടുത്താൽ ചിലപ്പോൾ പിള്ളേരൊന്നും കഴിക്കില്ല. നമ്മുടെ പണ്ടത്തെ ആൾക്കാർ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ ഈ അവൽ നനച്ചതൊന്നും വലിയ താല്പര്യമില്ല. പിള്ളേർക്കും അല്ല, എന്നാലും കൂടുതലും കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഈ പൊരിയവൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. ഇതൊന്നുമില്ല, പൊരിയവൽ എടുക്കുക, പിന്നെ കുറച്ച് തേങ്ങ എടുക്കുക, ഇച്ചിരി പഞ്ചസാര, പിന്നെ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ. ഞാനിപ്പോൾ ഇച്ചിരി ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിക്കണത്. പാലൊഴിച്ചിട്ട് നന്നായിട്ട് നനച്ചെടുക്കുക, അതാണ് സംഭവം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ പഞ്ചസാര എന്നുള്ളത് മാത്രമാണ് ഇച്ചിരി ഒരു അൺഹെൽത്തി എന്ന് പറയാനായിട്ടുള്ളേ ഉള്ളൂ. പക്ഷേ ഈ പൊരിയവൽ നല്ല സാധനമാണ്, തേങ്ങയും ഒക്കെ ആണല്ലോ, ഒക്കെയെല്ലാം നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ഇതാണ് ഇന്നത്തെ കുട്ടികളുടെ സ്നാക്സ്. ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാലും ഒരു ദിവസത്തെ മൊത്തമൊന്നും കാണിക്കലൊന്നും നടക്കില്ല കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ തുണി വെടുത്തിടുന്നുണ്ട്, അതുപോലെ ഇടയ്ക്ക് എത്രയോ പ്രാവശ്യം പാത്രങ്ങൾ കഴുകുന്നുണ്ട്, മറ്റുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ കുറച്ചൊക്കെയാണ് ഉൾപ്പെടുത്തണുള്ളൂ കേട്ടോ. എന്താ പറയുക, ഇതൊന്നും അല്ല ഒരു വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ചീര പറിച്ചെടുക്കണേ കേട്ടോ. ഇത് നല്ലതായിട്ടുള്ള ചീരയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ് ഈ ചീരയ്ക്ക്. ഇത് ഞാൻ അധികം വീടുകളിലൊന്നും കണ്ടിട്ടില്ല. ഞാനിത് നട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഏതൊരു വ്ളോഗിൽ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചട്ടിയിലും ഒക്കെ വയ്ക്കുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടും ഒക്കെ. അത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ ചുമ്മാ ചെടി എന്ന് പറഞ്ഞേക്കാളും നല്ലത് നമുക്കൊരു ഉപയോഗപ്രദവും കൂടെ ആകുമ്പോൾ ഒരു രസമാണല്ലോ അങ്ങനെ. അപ്പോൾ ഇതിന്ന് ഞാൻ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇത് മക്കൾ പോയി മേടിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. ഈ നമ്മുടെ അംഗനവാടിയിൽ നിന്ന് പോയി കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് അമൃതം പൊടി കിട്ടി തുടങ്ങി. അപ്പോൾ ഞാൻ ഇവക്ക് ഇതാണ് കേട്ടോ കൊടുക്കണത്, അമൃതം പൊടി വെച്ചിട്ടുള്ള കുറുക്കാണ് കൊടുക്കണത്. പിന്നെ അതുകൂടാണ്ട് ഏത്തപ്പഴം പുഴുങ്ങിയതും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. വേറെ പൊടികളൊന്നും ഞാൻ പുറമേ നിന്ന് മേടിച്ചിട്ടില്ല കേട്ടോ. ഈ അമൃതം പൊടി തന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. പിന്നെന്താണ്, പിന്നെ രാത്രിയിൽ കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളും അങ്ങനെ അവരുടെ കൂട്ടത്തിലാണ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കേട്ടോ രാത്രിയിലൊക്കെ ആ ഒരു സമയങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളത്. പിന്നെന്താണ്, പിന്നെ രാത്രി ചോറൊക്കെ നമ്മുടെ ഉച്ചക്കത്തെ ആ ഒരു കറികളും ഒക്കെ തന്നെയായിരിക്കും കേട്ടോ. സാധനം അതാണ്, വേറെ സെപ്പറേറ്റ് വല്ല കറികളൊക്കെ വല്ല കുറവുണ്ടെങ്കിൽ മാത്രമൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുള്ളൂ. പിന്നെന്താ, ഇവിടെ സ്ഥിരമുള്ള ഒരു കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോര് കറി. അത് എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ ചൂടാക്കി അതും കൂടെ ചിലപ്പോൾ കറിയായിട്ട് എടുക്കും കേട്ടോ. ചിലപ്പോൾ മീൻ കറി കൂട്ടൂല, അതിന് പകരം മോര് കറി കൂട്ടും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു. എല്ലാ ദിവസവും ഇതുപോലെയൊന്നും അല്ല കേട്ടോ, പല ദിവസങ്ങളും പല ടൈപ്പിലൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷസ് ക്രിയേഷൻസ്.